തുടങ്ങിക്കോ കക്കൂസ് തുടങ്ങിക്കോ. അല്ല ഇത് കഴിയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, മനസ്സിലായോ? നീ ആദ്യം ഷർട്ടും പാന്റൊക്കെ ഊരി ഷഡ്ഡി പുറത്തേക്കടാ, നട്ട് ബാക്കി അത് ഊരാൻ ബുദ്ധിമുട്ടുണ്ടോ സാറിന്? അതല്ലേ മേളിലിട്ടിരിക്കണല്ലേ, മേളിൽ കണ്ടല്ലേ. അവന് വായിക്കാറിയില്ല, നിങ്ങൾ ആരെങ്കിലും അതൊന്ന് പറഞ്ഞു അവന് വായിക്കാറിയത്താനും അവന്. പുറത്തിരുന്ന് പറയുന്നവരോട് പറ, ഇതോടെ പറഞ്ഞു തരാൻ. എന്തേലും ഭയം എന്തിനാ ഭയം? ജുഗുറു അവനൊന്നും ഭയമില്ല. മറ്റേ അവൻ കുറച്ചേരം സൈലന്റ് വന്നിട്ട് സംസാരിക്കും. കാരണം പുറത്തുനിന്ന് മറ്റേ റെക്കോർഡറാ, മനസ്സിലായി? സെയിം ഡയലോഗ് പിന്നെയും പിന്നെ കുറച്ചേരം എടുത്തിട്ട് കുറച്ചേരം മിണ്ടത്തില്ല. അപ്പൊ എന്നിട്ട് ബാത്റൂം കഴുകാൻ വേണ്ടി നേരത്തെ ഇവിടം വരെ എത്തിയേ. ഞാൻ ഇതിലാണ് നിന്നാരെ പഠിപ്പിച്ചിടുവാണോ നിന്നോട് സംസാരിക്കാൻ? എടാ പണ്ണി ഹോപ്പ് ഇട്ടിരിക്കുന്ന കണ്ടാ KV സാഗറല്ല TV സാഗറല്ല ഒരു കൺഗ്രാറ്റ്സ്. ആരോ പഠിപ്പിക്കുന്ന സൗണ്ട് കേൾക്കാം അവിടെ. പഠിപ്പിക്കുന്ന സൗണ്ട് ഇഗ്നോർ ചെയ്ത് വിടാ അവന്. റെക്കോർഡ് ചെയ്തേക്ക്, അവസാനം ആരെങ്കിലും ഇവനാരോ പഠിപ്പിക്കുന്ന സൗണ്ട് ഇവിടെ കേട്ട്. നീ എന്തായാലും കഴുകു, അല്ലെങ്കിൽ വേഗം പോവാം. ഹലോ വേറെ നീ എന്താ പറയണെന്ന് നിനക്ക് വല്ല വിവരമുണ്ടോ? എനിക്കിത് കഴിയേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? നീ ഇവിടെ ട്രിപ്പ് വന്നേക്കല്ല, അറിയാവോ? നീ ഹോസ്റ്റേജ് ആണ്. മാരിയല്ലടാ, ഇത് മാരിയല്ല. ഇത് എല്ലാ കുണ്ണുകളും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാര്യം? ഇത് ഇവൻ ബ്ലേസ് വേറെ കൊണ്ണ കേട്ടില്ലേ? എന്ന് പോണ്ടേപ്പം അല്ല എന്തിനാ ഓശ എടുത്തതെന്ന് പറയൂ. പറയാൻ പറ്റുമോ? അല്ല ബ്രോ, എന്തിനാ ഓശ എടുത്തതെന്ന് പറയൂ. ഞാനങ്ങോട്ട് ചോദിക്കട്ടെ, നീ എന്തിനാ ഇറങ്ങി വെടിവെച്ച തന്നെ? ഇറങ്ങി വെടിവെച്ചെന്തിനാ എന്നെ? അവനെല്ലാരും കൂടെ എന്നെയാണ് നീ അടിച്ചത്? നമ്മളങ്ങോട്ട് പറയുന്ന എടാ അവന്റെ ലെയർ ഉണ്ട് കേട്ടാ. ഉത്തരം പറയാനല്ല, നീ കേട്ടാ മതി. അടിച്ചിട്ടില്ലെങ്കിൽ നീ ഇവിടെ തുടച്ചിട്ട് പോയാൽ മതി, മനസ്സിലായോ? അടിച്ചിട്ടില്ലെങ്കിൽ തുടച്ചിട്ട് പോയാൽ മതി. നീ അടിച്ചിട്ട് തുടച്ചിട്ട് പോയാൽ മതി. കിടന്ന് മുതുക്കി കിടന്ന് പോയടിച്ചപ്പോ ആലോചിക്കണമായിരുന്നു ഇവിടെ വരെ എത്തുന്നു. നിന്നെ എടുത്ത് അങ്ങോട്ട് പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. അഡ്മിൻ ഇവിടെ വല്ലതും പറയാൻ പറ്റുമോ? സാധനങ്ങളൊക്കെ എടുത്തോടാ. സാധനങ്ങളൊക്കെ എടുത്തോ. നമുക്ക് സമയമുണ്ട് മക്കളെ. നിങ്ങളുടെ കൂട്ടെ അല്ല, നിങ്ങൾ കാണിച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു പരിപാടിയാണ്. KV ആണ് ഞാൻ അടിച്ചത്. ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ, KV അല്ല KV മാത്രം. ഞാനൊരു കാര്യം പറയട്ടെ, ബ്രോ ഒരു അഡ്മിൻ ഉണ്ടെന്ന് വിളിക്കും. ബ്രോ ഞാനൊരു കാര്യം ചോദിക്കാം. ബ്രോ ആദ്യം KV മെമ്പറിനെ ശരിയാണ്, ബ്രോ ആദ്യം അടിച്ചായിരുന്നു. ബ്രോ ഹലോ കേക്കാവോ? ബ്രോ ആദ്യം KV മെമ്പറിനെ അടിച്ച്, അത് കഴിഞ്ഞ് നമ്മളെ കൂട്ടത്തിലുള്ളവനെ അടിച്ച്.
അടിച്ചായിരുന്നു എന്നെയാണ് ബ്രോ. അടിച്ചത്. ഞാൻ നമ്മളെ ബ്രോ അടിച്ചായിരുന്നു ആദ്യം. നിന്നെ അടിച്ച നിന്റെ ഹോസ്റ്റേജ് ഒക്കെ നീ എന്തിനാ അറിയണം? നമുക്ക് തൂക്കാൻ തോന്നി തൂക്കി. എന്ത് പറ്റി? എടാ ഇല്ല അതല്ലടാ ഇവ അടിച്ചല്ലോ നമ്മളെ. പിന്നെന്താ ഇവ അടിച്ചു. ഇവന്റെ കൂടെ ഉള്ളവനെ അടിച്ചു. ടൈസൺ എന്നെയാണ് അവൻ അടിച്ചത്. എന്നെ അടിച്ചിട്ടുണ്ടായവൻ. അല്ല ഇവന്മാരല്ലടാ വെളിയിലോട്ട് ആ, കാണിക്കാന്ന് പറഞ്ഞ അതെ ഒരുത്ത ചീത്ത വിളിച്ചിട്ട് അഡ്മിൻ കളയുകയും ചെയ്തവനെ. നിങ്ങളെ കൂട്ടത്തിലുള്ളവൻ തന്നെ. അത് അവന് നമ്മളെ അവന് ചുമല കളർ ഡ്രസ്സിനാ. ഞാൻ നിങ്ങളെ അടിച്ചോ ഇല്ലയോ? പ്ലേസ് എക്സ് നിന്റെ കൂടെ ഉള്ളവൻ തന്നെയാണോ? ഞാൻ അടിച്ചോ ഇല്ലയോ? നിന്റെ അടിച്ചു ഇല്ലെന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നിന്നെ അടിച്ചു ഇല്ല നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നിന്റെ കേൾക്കാൻ പറഞ്ഞോ കേൾക്കുക. അടിച്ചോ ഇല്ലയോ? എടാ, നീ ഏതാ അല്ല, ഗ്യാങ് നിന്റെ പറ. അടുത്ത് കേൾക്കാൻ പറഞ്ഞോ കേൾക്കുക. അതല്ല പറയുന്നേ. ഞാൻ ഇവ എന്തൊക്കെ പിച്ചിമ്പയാണ് പറയുന്നത്? നീ എന്തൊക്കെ പിച്ചിമ്പയാണ് പറയുന്നത് ഇവൻ? ഞാൻ എനിക്ക് തോന്നുന്ന ഞാൻ പറയും. മനസ്സിലായോ? എടാ ഇവനില്ലേ എടാ, ആദ്യം എടാ, ആദ്യം ബ്ലേസ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. നീ മനസ്സിലായോ? ഗ്യാങ് ഏതാ? ഞാൻ നിങ്ങളെ അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയും. ഞാൻ അടിച്ചു നിങ്ങളെ ബ്രോ. അടിച്ചിട്ടുണ്ടോ ഇല്ലയോ? അടിച്ചു നീ അടിച്ചു അതല്ലേ പറഞ്ഞത്. ഇത് ചെവി കേട്ടോ. അതില്ലയോ? അടിച്ചു കൊന്നില്ല. വെടികൊണ്ട് ബ്രോ വെടികൊണ്ട് അനുമതിയാണ്. നമ്മളിപ്പോ എന്ത് ചെയ്യണം? അവിടെ ആദ്യം എടുത്ത് മാറണം. ഒരു പ്ലെയറിനെയാണ് ഞാൻ കൊന്നേക്കുന്നത്. മനസ്സിലായോ? ബ്രോ എന്നിട്ട് അവനെ ഹോസ്റ്റലിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു ബ്രോ. അല്ല, നിങ്ങൾ കാണിക്കുന്നവരുടെ കണ്ടിട്ട് വന്ന് എനിക്ക് കാണിക്കാൻ അത് മാറിക്കടാ. ഒന്ന് മാറിക്ക്. ഓ രാജാവിന് വെടി വെക്കാനാ നീ ഇവിടെ എടാ, നീ എവിടെ പോണ്? വാരി രാജാവിന് വെടി വെക്കാനാ. അവൻ രാജാവാ. എടാ ബാക്കിൽ മിണ്ടായിരുന്നടാ സംസാരിക്കടാ. അഡ്മിനെ ഈ ബ്രോ ഞാൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നുണ്ടോ ബ്രോ? ബ്രോ ഹോസ്റ്റേജ് എടുത്ത ഫിയർ കാണിക്കാന്നുള്ള അല്ല, hostage എടുത്ത് ബേസിക് അറിയില്ലെങ്കിൽ അതിനുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കും. അല്ല ബ്രോ, ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ചോദിച്ചോട്ടെ? കളിക്കാൻ പോലും പറ്റുന്ന ഇവിടെ വരത്തില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? കൊറേ ആയി നമ്മളവിടെ നിന്ന് പറയുന്നതും ഞാൻ ഒരു ബ്രോയുടെ കാര്യം അടുത്ത് പല ചോദിക്കട്ടെ? അഡ്മിൻസ് മാറി മാറി വന്ന് പറയുന്നതും. ബ്രോ ഒരു കാര്യം ക്ലിയർ ചോദിച്ചോട്ടെ? ആയോ ബ്രോ ബഗ് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ബഗ്ല ബഗ്ല TH അടിച്ച് കൊണ്ടുവരാൻ പറ്റുമോ? നിന്റെ പൊക്കിയടാ. അല്ല TH അടിച്ച് കൊണ്ടുവരാൻ പറ്റുമോ ടിക്കറ്റ് ഇല്ലയോ? വലിച്ചോ ബ്രോ? ബ്രോ ടിക്കറ്റ് വലിച്ചോ ബ്രോ? ഇവിടെ ഹോസ്റ്റേജ് എടുത്തിട്ടുണ്ടെങ്കിൽ ബ്രോ എന്നുള്ള ഫിയർ കാണിക്കണം. ഇവിടെ പല അഡ്മിൻസ് ബ്രോയുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രോ ക്ലിയർ ആയില്ലേ? ബബിൾ എക്സ്പ്ലോയിറ്റ്. അതെ ബബിൾ ക്ലിയർ ആയോ? ഇനി അകത്തൊന്നുകൂടെ ആവുമ്പോ ക്ലിയർ ആയില്ലെന്ന് പറയല്ലേ. കുറച്ച് പരിപാടികളാണ്. ഒന്ന് സഹകരിക്കും കുട്ടാ. സഹകരിക്കണം. എന്താടാ നീ അല്ല, നിന്റെ അടുത്ത് ഓൾറെഡി അഡ്മിൻസ് പറഞ്ഞു നീ അനുസരിച്ചില്ലെങ്കിൽ സമയം കൂടും. നീ അനുസരിച്ചില്ലെങ്കിൽ അത്രയും നേരം നീ ഇവിടെ നിന്ന് ഡ്രസ്സും പാന്റും ഊരും മോനെ. ബഗ്ലി മോനെ ഊരി. ബഗ്ലി മോനെ ഊരി. ബഗ്ലി എക്സ്പ്ലോയിറ്റിംഗ് അടിക്കുന്ന മോനെ നൂരിയെ. കേട്ടോടെ ഹലോ ഇനി ബഗ്ലി അടിക്കത്തില്ല. സോറി കേക്കാവോ? ആരോ പഠിപ്പിക്കുക. ഇനി പിള്ളാച്ചന്റെ സൗണ്ട് സൗണ്ട് ബൂസ്റ്റ് എന്നിട്ട് പറയും എനിക്ക് മനസ്സില്ലെന്ന് പറയും. ചെയ്യാൻ പറ്റത്തില്ല. എടാ ഇനി ചോദിക്കണം എന്ത് ചെയ്യണോ വേണ്ടയോ? ഇനി എന്ത് ചെയ്യണം? കേക്കാമോ? എന്തോ അമ്മമാര് പറഞ്ഞേ? അതെ എന്താ പറഞ്ഞ കേക്കട്ടെ. ഞാനിപ്പോ എന്തോ ചെയ്യണ്ട ബ്രോ? എടാ ബ്ലേസ് നമ്മളാണ് നിന്നെ ഓസ എടുത്തത്, അല്ലാതെ നിന്റെ കൂടെ അവന്മാര് പറയുന്നല്ല നമ്മള് പറയുന്നത്. പാന്റ് ഷഡ്ഡി ഇങ്ങനെ നിൽക്കുന്നവരെ സമയം കൂടിയേ ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഹലോ ബ്രോ ഒരിക്കോ ഡ്രസ്സല്ലേ ഒരിക്കോ കേക്കാവോ നിനക്ക്? നമുക്ക് ആറ്റ് ചെയ്യാം. സവിജ അവന്മാര് ഡ്രസ്സൊക്കെ സവിജ എന്ത് ചെയ്യണം? സവിജ പറ. നമ്മുടെ ഈഗോ അനുവദിക്കില്ല. നമ്മുടെ ഗ്യാങ്ങിന് നാളെ കുറച്ചേരം കൂടെ പിടിച്ചേക്കാൻ പറ്റുമോ? കുറച്ചേരം പിടിച്ചേക്കാം. എന്നിട്ട് വയറൂരി അല്ലെങ്കിൽ അവരോട് ചോദിക്കും എന്തിനാ പിടിച്ചോണ്ട് വന്നാൽ ആദ്യം ചോദിക്കും. അത് പറഞ്ഞ് മെഴുകി പറഞ്ഞ കേട്ടാ മതി. ഇപ്പൊ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ കാര്യം ഹെൽമെറ്റ് എല്ലാം ഊരി നീ. ഇതിലൊന്നും ഇല്ലല്ലോ. ജാക്കറ്റ് ആരെ കാണിക്കാൻ വെച്ചാ ഊരിക്കേ. ഗുഡ് ബൈ ഗുഡ് ബൈ. അകത്തോട്ടേ തിരിഞ്ഞടക്ക്. ആദ്യം എനിക്ക് വേണം ഇവൻ. എല്ലാരും നിക്ക്.
നല്ലൊരു പെങ്കൊച്ചിനെ കണ്ട ആർക്കാണ് ഇഷ്ടപ്പെടാത്ത രാമമാര് പറയുന്നത് ചെയ്യുന്നുണ്ട് പ്രശ്നമില്ല. കുട്ടി കഴിവ് ഒരു കുറച്ചേരം നിക്ക്. ക്ലീൻ 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 ഇല്ല, ക്ലീൻ വരുന്നില്ല. ക്ലീൻ വരുന്നില്ല. ലിക്കിങ് ഇട്ട് നക്കുന്നി ക്ലീൻ. ഇതെന്തോ മതില് കഴിവതാ കക്കൂസ് ഇതിനാണ് ഇത്രയും സമയം അതന്നെ. കൊള്ളാം, അറിയാലോ ഇതൊക്കെ. അറിയാലോ. ഇത് ചാർലി പഠിപ്പിച്ചെടുത്തത്. ചാർലി നല്ല ശീലമുള്ളതാണ്. അതെ കുനിഞ്ഞിന്ന് കഴിവ് എണീച്ചെന്ന് എന്തോ ഇല്ലടാ അത് ബഗ്ലിയാണ്, കുനിയാൻ പറ്റൂല. ഇതിപ്പോ വ്യത്യാസമൊന്നുമില്ല. ചാർലി നക്കും ഇവൻ തുടങ്ങും. എനിക്ക് സെൽഫി എടുക്കാൻ പറ്റുന്നില്ലല്ലോ. സിറ്റിയിലൊരു ലൈവ് ഇടാൻ വിത്ത് ബഗളി വിത്ത് ബഗളി പറ്റുമോ? വിത്ത് പകളിന്നിടല്ലേ? ഞാനിവിടെ വിത്ത് ബഗളി എല്ലാരും ബ്ലേസ് ബഗ്ലി ഒരാളിട്ടാ മതി. ഹലോ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് നമ്മളിപ്പോ ഉള്ളത് ബഗ്ലിന്റെ കൂടെയാണ്. ബഗ്ലിയാണ് HF ബഗ്ലിയാണ്. HF ബഗ്ലി പുതിയ ആളാണ് നമ്മുടെ. സർവീസ് റെഡിയാണ്. അതെ 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 അതെ. ഡേവിഡ് ബഗ്ലി അണ്ണനാണ് ഗൈസ്. രണ്ട് വാച്ചി എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം. നിങ്ങളുടെ ഗ്യാങ് ഹൗസിന്റെ ടോയ്ലറ്റ് കഴിവുണ്ടെങ്കിൽ ബഗ്ലി അണ്ണൻ വന്ന് വീട്ടിൽ വന്ന് കഴിയും തരും. സർവീസ് അവൈലബിൾ. അതെ 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 അതെ. നിർത്താൻ പറയാ, കഴിക്കൂ. നിർത്താൻ പറയുമ്പോ നിർത്തിയല്ലേ തുടങ്ങിക്കോ. ഇരുന്ന് ബഗ്ലി ബ്ലേസ് നല്ലോണം കഴിവ്. രണ്ട് വാച്ചി എല്ലാരെയും ടൈം ഉണ്ടാക്കി തരണേ. വില്ലുമോ ഒന്ന് വില്ലുമോൻ. ഡയമണ്ട് തരാൻ പറ്റുന്നില്ലടാ. മൂന്നുപേരായി. അത്രേ ഉള്ളൂ. ബാക്കിയുള്ളവര് വരട്ടെ. HF മെമ്പേഴ്സ് നിങ്ങളുടെ ഗ്യാങ് ആക്റ്റീവ് ആണോ ഇവിടെ? അതോ എന്തോ സസ്പെൻഷൻ എന്തൊക്കെ ഇല്ലേ? സസ്പെൻഷൻ ആള് പഠിച്ചോണ്ടിരിക്കുക. ആരോ പഠിപ്പിക്കുക. പിന്നെന്തിനാണ് വെറുതെ എടുക്കാൻ വരുന്നത്? ഇത് എന്തുവാ ഇത് ബഗ്ലിയില് വിത്ത് ബ്ലേസ്. HF ബ്ലേസ്. അതെ പാവം പയ്യൻ ഒന്നും മിണ്ടുന്നില്ല. വിത്ത് ബഗ്ലി. എന്തുവാ ഇത് ബഗ്ലിയില് വിത്ത് ബ്ലേസ്. HF ബ്ലേസ്. അതെ പാവം പയ്യൻ ഒന്നും മിണ്ടുന്നില്ല. വിത്ത് ബഗ്ലി. എടാ ബ്ലേസ് എനിക്ക് എന്തെങ്കിലും പറയണ്ടോ? പറഞ്ഞോ. നീ എന്ത് പറയാനാ? നിങ്ങളെന്ത് ചെയ്യാനാ? അല്ല നിങ്ങളെ അല്ലല്ലോ ഞാൻ അടിച്ചേ. അതിന്റെ ആവശ്യമില്ല. അതല്ല ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ. അല്ല നിങ്ങൾക്ക് ഇതിനുള്ള ഞങ്ങള് തരും. നീ പറഞ്ഞതിൽ മാറിപ്പോയി. കൊറേ തരുന്നില്ല, കൊറേ മേടിക്കും എന്നാണ് തന്നിട്ടില്ലേ? കൊറേ തന്നിട്ടില്ലേ? വീട്ടിൽ നീ പറഞ്ഞിട്ടില്ല മോനെ. വീട്ടിൽ തന്നെന്ന് ഓർമ്മയുണ്ടാ? നീ അതൊന്നും ആലോചിച്ചു. ഒരു പാട്ട് വെച്ചാ, ഒരു ബീജം വെച്ചാല് അവൻ പറഞ്ഞതിൽ മാറിപ്പോയതാടാ. വിശ്വാസമില്ലേ? നിങ്ങൾ താളം അടിക്കേണ്ട ആവശ്യമില്ല. കഴിയുമ്പോ നീയൊക്കെ ഇങ്ങനെയാണെന്ന് നീ നോക്കിയോ. അയ്യോ ബഗ്ലി ചെയ്യല്ലേ. ഉണ്ടാവോ ഇവനൊക്കെ? എടാ ഇപ്പൊ HF ഉള്ളവന്മാരെ അടിക്കാൻ വലിയ ധാരാളം. പിന്നെയാണ് നമ്മള് ഇവനൊന്നും ഓർമ്മയില്ല. ഗ്യാങ്സ് രണ്ടോട്ടും കയറി വട്ടം അടിച്ചത്. നമ്മളൊരു ഫൈറ്റ് കഴിഞ്ഞിട്ട് രസമുണ്ട്. ഈ കക്കൂസ് കഴിയുമ്പോഴുള്ള മാസം എനിക്ക് മനസ്സിലാവും. കഴിക്കൊണ്ട് മാസം അടിക്കുന്നിടത്ത് എടാ അന്നത്തെ അടിയില് റാവുത്തറൊക്കെ മുണ്ടിട്ട് തലകോടെ കിട്ടിട്ടാണ് ഓടുന്നുണ്ടായിരുന്നു. എടാ പോച്ചന്റെ അടുത്ത് കൂടെ ഓടി പോയി പറഞ്ഞിട്ടന്ന്. എടാ അതല്ല ഇവന്റെ മാസൊക്കെ ആയിരുന്നു ലാസ്റ്റ് എഴുതി വെച്ചത് കഴിഞ്ഞടാ. പറ്റും, ഇവർക്ക് അടിക്കാൻ പറ്റും. പക്ഷെ കുറച്ചുപേരൊക്കെ കമ്പാക്ക് അടിക്കണം എന്നാ പറ്റും.
ഇവരൊക്കെ തിരിച്ചു വന്നാ ചിലപ്പോ പറ്റുമായിരിക്കും അല്ലടാ. എടാ നിങ്ങളുടെ കൂടുതൽ ഇപ്പൊ ഒരാൾ പോയില്ലടാ, എവിടെ പോയടാ? അടിക്കണോമ്പോ ഇവിടെ ആൾക്കാരൊക്കെ കണ്ടിട്ടൊക്കെ വാട്ടയില്ല ഇതിൽ വരല്ലേ ബ്രോ ഒന്നേ ഉള്ളൂ ബ്രോ, 3 ടാപ്പ് ഒഴിച്ച് എന്ത് വേണം? അയ്യോ പേടിയാ കേട്ടോ അത്. മിസൈലൊന്നും വരല്ലേ. സാവേജ് എടാ സാവേജ് ഇവന്മാർക്ക് അടിക്കണേ നിങ്ങളുടെ അങ്ങോട്ട് നമ്മളൊന്ന് അടിക്കാ. ഏത് അതെ നിങ്ങൾ പറഞ്ഞാ എടാ നിങ്ങൾ എപ്പോ വരൂടാ? അറിയില്ലടാ, ഇവരെപ്പോ വരും? ടൈം ഡേറ്റ് ഉണ്ട്. ഇതാരടാ? അല്ല ഒരു ഡേറ്റ് നമ്മളൊന്ന് റെഡി ആയിട്ട് അല്ലല്ല നമുക്കൊന്ന് റെഡി ആയിട്ടിരിക്കണല്ലോ. ഇവര് അപ്പഴേ ഒരു മാലിട്ട് റാവുത്തറിന് വേണ്ടിട്ട് റാവുത്തറിന്റെ ഒരു റീത്ത് എടുത്ത് വെക്കണം അപ്പോഴേക്കും. എടാ ഇങ്ങനെ പറഞ്ഞു ഹാക്കേഴ്സ് ഓൺ ടോപ്പ് എന്ന് പറഞ്ഞു. ഹാക്കേഴ്സ് ഓൺ ടോപ്പ് എടാ ഹാക്കേഴ്സ് ഓൺ ടോപ്പ് എന്ന് പറഞ്ഞു. ഹാക്കേഴ്സ് ഓൺ ടോപ്പ് കേട്ടാ. അവന്മാര് വണ്ടിയിൽ എഴുതി വെച്ചിട്ടുള്ള എടാ ആണ്. ലെഫ്റ്റ് ഷോൾഡറിൽ നോക്കി ഒരു കടിച്ച മാർക്ക് അടിച്ചാണെന്ന് തോന്നുന്നു. റാവുത്തറ കടിച്ചത് തന്നെ അത്. കേക്കുന്നില്ല കേട്ടോ. അപ്പൊ എടാ സാവേജേ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇവന്മാര് ഒഴിവാക്കിയതല്ലേ, അതപ്പോ വീട് വെറുതെ ആ കാര്യമൊന്നും പറയണ്ട. എന്ത് സിറ്റുവേഷൻ? ഇവന്മാര് വണ്ടി എഴുതി വെച്ചിട്ടുണ്ട് വേണ്ടക്ക് അക്ഷരത്തി. അല്ല അത് വേണ്ട. എടാ അന്നത്തെ സിറ്റുവേഷൻ ഓർമ്മയില്ലേ ഇവന്മാരൊന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പറഞ്ഞൂടി പറഞ്ഞാ നിങ്ങൾക്ക് എന്താ പറയാനുള്ള പറഞ്ഞു? ബ്രോ ഒരു വട്ടം പറയാനുള്ളതൊക്കെ ഉള്ളല്ലോ ബ്രോ. ഒന്നും പറയടാ, അവിടെ ഒന്നും പറയടാ. എടി ഇവരും കേട്ടില്ല പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാ എനിക്കൊരു ചേട്ടനും കൂടി പുറത്തുണ്ട്, ബാക്കിയൊക്കെ അവര് നോക്കിക്കോളും. പേര് ചേട്ടൻ അയ്യോ ഞാൻ സത്യം പറഞ്ഞെടുത്ത് ആരുടെ പേര് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. നീ റാവുത്തറ കണ്ടീന്റെ പേര് പറഞ്ഞല്ലോ. ഒരു കയറട്, എനിക്ക് തൂങ്ങണം. എനിക്കിന്നിപ്പൊ തൂങ്ങണം. എനിക്കിപ്പൊ തൂങ്ങണം. കയറട്. മനസ്സിലാവുന്നില്ല. പൈസ കൊടുത്ത് പറപ്പിച്ചത്. നിങ്ങളിപ്പോ 2 മിനിറ്റ് മിണ്ടായിരുന്ന പുതിയ ഡയലോഗ് വരും. അടുത്ത ഡയലോഗ് വെയിറ്റ് ചെയ്യാം. എല്ലാരും മിണ്ടായിരിക്കും. ചേട്ടനോട് വന്ന് കഴിയേണ്ടി വരും. ഇനി ഉണ്ടടാ എനിക്ക് ചാർലി എന്നൊക്കെ പറയുന്ന ഒരുത്തൻ, അവനും വരുടാ. അങ്ങനെയൊക്കെ പറയും എനിക്ക് ഇനിയുണ്ടടാ. ഇവൻ ജീവനോട് ഓടട്ടെ, എന്നിട്ട് ഇവന്റെ ചേട്ടനെയും അപ്പച്ചനെയും അപ്പൂപ്പനെയും എല്ലാം വിളിച്ചോണ്ട് വരട്ടെ കേട്ടാ. എന്തോടാ ചേട്ടന്റെ പേരെന്താ പറഞ്ഞു? എന്തൊരവസ്ഥ ഈ പറയുന്ന ഇവന്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിക്കുന്നേ. നിനക്കൊരു കാര്യം അറിയോ? ഈ പറയണ ഏതോ ഒരു സിറ്റിസന്റെ കയ്യിൽ നിന്ന് പൊളിച്ചത് അതറിയോ നീ? ഇല്ലടാ അവൻ എടാ മര്യാദക്കില്ലടാ. അവന് 2 മിനിറ്റ് വെയിറ്റ്. അടുത്ത ഡയലോഗ് പറഞ്ഞു. 2 മിനിറ്റ് വെയിറ്റ്. ടൈം കൊടുക്കണേ, എഴുതി കൊടുക്കാനുള്ള ടൈം കൊടുക്കണേ. ഇനി അടുത്ത എനിക്ക് വേറൊരു ചേട്ടനും ഉണ്ട്, ബണ്ണി ഹോപ്പ്. ഇപ്പൊ വരും. വന്ന വഴി അതേമാതിരി പോയി. അതേപോലെ ഞാൻ ഒരു കാര്യം പറട്ടെ, നീ മാസ ഡയലോഗ് അടിക്കുന്നവന്മാരെല്ലാം ചത്ത് പുഴുത്താൻ മുതുക്കി കിടപ്പുണ്ട്. അറിയോ അവനക്ക്? അത് നീ അറിഞ്ഞോ? ആ പിന്നെ എങ്ങനെ പ്രതികാരം വിട്ടാ? നീ എന്ത് എന്താണ് യോസി നീ പറ. എന്ത് ബഗ്ലിയാ നമ്മൾ ചെയ്ത? പറ, നിന്നോട് എന്ത് ബഗ്ലിയാണ്? പറ. നമ്മൾ എന്ത് അതെ അടുത്ത ടൈം ഉണ്ട്. അടുത്ത ചാപ്റ്റർ മനുഷ്യനല്ലേ? ഇത് വേറെ കഴിഞ്ഞില്ലെന്നാ നീ കഴിവ് ഇല്ലല്ല. വെയിറ്റ്. ഓ പല്ല് മഞ്ചിരിക്കുന്ന കൂട്ട് വെളുപ്പിച്ചിട്ട് പിന്നെ ഇനി കടന്ന് എങ്ങനെയാ വെളുപ്പിക്കുന്നത്? ഓ പാവ അതിലൂടെ ഇവനെങ്ങ്. എനിക്ക്
ഒരു കാര്യം ചെയ്യ്, നിന്റെ രക്ഷിക്ക് ചേട്ടന്മാര് വരും എന്ന് പറഞ്ഞിട്ട് റാവത്തറി വിളി. ചേട്ടന്മാര് വരും വരും എപ്പ വരും? എന്ന് വരും? എപ്പ വേണമെങ്കിലും വരും. എപ്പ വേണേ വരും. വിളിച്ചാ ഇപ്പൊ വരും. വിളിച്ചാ ഇപ്പൊ വരും. ഇപ്പൊ വരും. മെജീഷ്യന്മാരാണോ? വാ വാ വാ. കുമാര ചേട്ടൻ മെജീഷ്യനെ ഇപ്പൊ വിളിച്ചാ വിളിപ്പുറത്ത് വരും. വാ. വെള്ളം വല്ലതും വേണോ അവിടെ നിനക്ക്? വെള്ളം വേണോ? ഒക്കെ കുടിച്ചിട്ടാ വന്നേ. ചേട്ടന്മാര് വന്നായിരിക്കും അല്ലേ? ചേട്ടന്മാര് വന്നായിരിക്കും. രണ്ടെണ്ണൊക്കെ അടിച്ചിട്ട് പോവാം. രണ്ടെണ്ണം അടിച്ചിട്ട് പോവാം. എന്താ പറയുന്നു? മന്ദാര മന്ദാര എന്തിയേ? അയ്യോ നോക്കണേ മോളോട് എല്ലാരും ഒന്ന് സൂചിച്ചോ. ഹെലികോപ്റ്ററിൽ ചെയ്തോ. എടാ ഇതിന്റെ ചുറ്റങ്ങ് ഓടിയേ. ഇതിന്റെ ചുറ്റങ്ങ് വട്ടത്തിലൂടെ അങ്ങ് ഓടി. ഓട്. നല്ലൊരു വ്യായാമം ആവട്ടെ. ചേട്ടന്മാര് എടാ ലോകോമ തട്ടിയ നിന്റെ തലക്കിട്ടടിക്കുക. ചവിട്ടി 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 ലോക ചവിട്ടി ഒരു ഇടി ഒരു ഇടി ഒരു ഇടി ഒരു ഇടി ഒരു ഇടി ഒരു ഇടി വിട്. തൊടാണ്ട് നീ ഓടി 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 അപ്പൊ ഇടിയാ. ഓടി 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 ഓടി. ഇട്ട് 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 വിത്ത് പകളി വിറ്റു. ഓട് 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 ഓട്. ഇട്ട് 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 വിത്ത് പകളി വിറ്റു. ഓട് 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 ഓട്. ഇത് വില്ലുമോൻ ട്രെയിനറാണ്. മറ്റേ ആള് പുതിയ ജോയിൻ ആണ്. അടുത്ത ഉസൈൻ ബോൾട്ടിന് പകരം ഇവനെ ഇറക്കാൻ. അതെ, ഉസൈൻ ബോൾട്ടിന് വരെ ഇവനാണ്. അല്ലല്ല ഓടുന്നുണ്ട്. ഐഷോ സ്പീഡിനെ പൊട്ടിക്ക് ഇവനാണ് ഞാൻ ഇറക്കണേ. അതെ, ഇറക്കണം. നമ്മള് ഫസ്റ്റ് അടിക്കാല്ലോ. ഇവന്റെ ഇവിടെ കമ്പി അവിടെ തലക്കിട്ടടിക്കാൻ. ഒരു കുറു അടിച്ചിട്ടുണ്ട് ഇപ്പൊ അവനെ. എടാ ഹീലൂട് ഹീലൂട് സംഭവം അടിക്കാൻ പറ കൊടുത്തിട്ട് നിക്കാൻ പറ. കള്ളൻ എടാ ഇവിടെ ഷിപ്പ് ഉണ്ട്. നമ്മൾ മറ്റേ നോയലിനെ ചെയ്യിപ്പിച്ചാലും ചെയ്യാം. കടലിൽ നിന്ന് പറഞ്ഞു വിടാം. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഈലടിച്ചിട്ടില്ലല്ലോ. പയ്യ ഇറങ്ങിയാ മതി. ചാടണ്ട, പയ്യ ഇറങ്ങിയാ മതി. ഓ ചാടൂല്ലേ? ഇവിടുന്ന് ചാടുന്നില്ലേ? ഷിപ്പിന്ന് ഇങ്ങോട്ട് വാടി കേറി നടക്കാനൊക്കെ എല്ലാവരും അറിയാലോ ബ്രോ. അടുത്ത മാസം ഒരു മിനിറ്റ്, ഒന്ന് കൈ പൊക്കണേ വെയിറ്റ്, ഒന്ന് കൈ പൊക്കണേ. ഏറുണ്ടല്ലോടാ ഇവന്റെ കയ്യില്. അപ്പാപ്പാ ഇത് എയർ എടുക്കാൻ പറ്റുമോ? അല്ലല്ല അതല്ല, നമുക്ക് എടുക്കാൻ പറ്റുമോ സ്റ്റീൽ ചെയ്ത്? ആ നമുക്ക് പറ്റത്തില്ല. ഓക്കെ എടാ എടുക്കണ്ട എടാ, അവന്റെ എയർ ഉണ്ട്. എയർ പോയാ നൈസാണ്. കത്തിച്ചു വിടണോ അതോ? പക്ഷെ ഓർമ്മ കാണും കിട്ടുന്ന. ശരിയാ നിർത്തി കത്തിക്കാം. അല്ല കൊല്ലുന്നില്ല. ഹലോ, അവന് ഓർമ്മയാണ്. അവന് നമ്മളൊക്കെ ചെയ്തത് അവന് ഓർമ്മയാണ്. കേക്കാമോ? അവന്റെ ചേട്ടനെയാ അച്ചാച്ചനെ എല്ലാരും വിളിച്ചിട്ട് വരട്ടെ. അവൻ വലിയ മാസം വരും. ചേട്ടൻ വരും, എനിക്ക് ഉറപ്പാ. ചേട്ടനോ അപ്പൂപ്പനോ ആരെയാന്ന് വെച്ചാൽ വിളിച്ചോണ്ട് പോവാ.
ഞാൻ അന്നത്തെ അടിയില് മറ്റേ മോബി ചുമ്മാ സ്റ്റീൽ കളിക്ക് സ്റ്റീൽ അടിച്ചാ മതി മോബി. എന്തെങ്കിലും എടുക്കണോ ഇതിൽ? 50 ലക്ഷത്തിൽ കൂടുതൽ വാല്യൂ ഉള്ള ഒരു സാധനം അവന്റെ കയ്യിൽ നിന്ന് എടുക്കരുത്. പിന്നെ അതിനൊന്നും വിലല്ല. ആർമറിന് എത്ര? 17 ആർമർ. എടുക്ക അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ എടുത്തു. 17 ആർമർ ഒരു എത്ര? ഒന്ന് ഫുഡുണ്ടാ? പഴകഞ്ഞുണ്ടാടാ? എടാ ഉണ്ട്, അതും എടുക്കാം. ഇന്ന് വരുമോ നാളെ വരുമോ? 5 ലക്ഷം എന്തോ കാശുണ്ട്, അത് എടുക്കാൻ പറ്റുമോ? എന്റെ ചേട്ടൻ എപ്പോഴാണ് അറിയുന്നത്? അവരെല്ലാരും 5 ലക്ഷം എടുക്കാൻ പറ്റുമോ? സാവേജേ 5 ലക്ഷം ക്യാഷ് എടുക്കാൻ പറ്റുമോ? അല്ല വെയിറ്റ് മോബി, 50 ലക്ഷം എന്നല്ല, പിന്നെ 5 ഐറ്റംസ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ടേ, 5 ഐറ്റംസ്. ടോട്ടൽ 50 ലക്ഷത്തിന്റെ താഴെ 5 ഐറ്റംസും. 4 എണ്ണം എടുത്തുള്ളൂ. ഞാൻ 4 ഐറ്റം എടുത്തുള്ളൂ. ആർമർ, ഷീൽഡ്, പിന്നെ ഫുഡ്. 5 ലക്ഷം. കത്തിക്കണോ ഇവര്? ഓർമ്മയുണ്ടേ കത്തിക്കണ്ടല്ലോ. അതിന് വില ഉണ്ടാവോ? ഇനി വന്ന് മക്കളൊക്കെ വന്ന് പിന്നെ ഫ്രീ ആയിട്ടാണ് ഈ ആർമറേ 17 എണ്ണം എടുത്ത്. അതിന് എത്ര വില? അതിന് കുഴപ്പമില്ല, പക്ഷേ 5 ഐറ്റംസ് താഴെ എടുക്കണ്ടേ? 5 ഐറ്റംസ് താഴെ എടുത്താൽ 17 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ആർമർ സിറ്റിയിൽ പോകുന്നത് എത്രയാണ്? 60,000 ഉള്ളൂ. 60,000 ഒരെണ്ണം. ഒരെണ്ണത്തിന് 60,000 അല്ലേ ഉള്ളൂ? ഓ അത് 17 എന്ന് പറയുമ്പോ എത്രയായി? അത്രേ ഉള്ളൂ. 50 ലക്ഷം താരൊന്നും ആകത്തില്ല. അപ്പൊ ലൈഫ് എത്ര? ഒരു അതിന് 60, അതിന് 65 എന്തോ. 60-65 ഉള്ളത് അത് 10 എണ്ണം വെച്ചാകുമ്പോ 5 ലക്ഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഫുഡ് പഴങ്കഞ്ഞിക്ക് എത്ര? അതൊക്കെ കുറവ്, 25,000 ഉള്ളൂ. ഈ ഇതൊക്കെ എന്താ മൂവി? എത്ര സാധനം എടുക്കുന്നത്? ഇതിലും കത്തിച്ചു കൊടുത്തായിരുന്നു സത്യം. പറഞ്ഞേ ചേട്ടന്മാര് വരൂന്നാട്ടെ, ചേട്ടന്മാര് റാവൂത്തർ വരൂന്ന്. വരട്ടെ നമ്മളിവിടെ ഉണ്ടെന്ന് പറയും. പോകുന്നില്ല പോവാ ഓർമ്മിപ്പിച്ച് കിട്ടാ മതി. അപ്പൊ കാണുന്നില്ല കേട്ടോ, നീ നോക്കിക്കോണല്ലോ. ഇന്ന് കാണത്തില്ലല്ലോ. എന്താ അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അങ്ങനെ അതെ, ബാലനെ കൊണ്ട് ലീഡ് ചെയ്യിപ്പിക്കാന്നാ കരുതിയിരുന്നത്. ഒരു വിസലിന്റെ ടൈമർ ബോംബ് ഓടിക്കോ. എനിക്കിപ്പോ ഡയലോഗ് എത്തി. ഏത്? മറ്റേ എന്റെ ഡാഡി അറിഞ്ഞല്ലോ. ഓ ശരിയല്ലേ, അറിഞ്ഞോണ്ടല്ലോ. ശരി. ഇതിന്റെ ഡാഡി അറിഞ്ഞോണ്ടല്ലോ, റാവത്ത് അറിഞ്ഞോണ്ടല്ലോ ഇത്. അതെ, കണ്ടില്ല. അതാ പറഞ്ഞേ അവിടെ ഒരാളെ പോലും കണ്ടിട്ടില്ല കേട്ടോ. അന്ന് കിടന്ന് പുഴുത്തപ്പളേ. ഹലോ അപ്പൊ സാഗറിനൊന്ന് വിളിക്കുവോ? കോൾ ചെയ്തിട്ടുണ്ട് ചാറ്റില്. പോയാ നീന്തിയാ? യുമാർക്ക് ഇത് എപ്പോ സസ്പെൻഷൻ ആവുന്നു ആവോ? ആർക്കറിയാം. ഓഹോ ഞാനൊരു നരൻ. ഇതിലും വേണം മാസിവിന്. ഇവിടെ എൻട്രി ആയിട്ട് നിൽക്കാം. ഈ വില്ലുവൻ എന്തൊരു ക്രൂരനാണല്ലേ. അയ്യോ ഇതെന്റെ മുടി. ഞാൻ മുടി മാറ്റിയ ഇതാണ്. ഞാൻ മുടി മാറ്റി. ഇതെന്റെ മുടി. റാവുത്തറ വരേ അപ്പാപ്പനെ പണ്ണുവേ. അപ്പാപ്പ എന്റെ മുടി